ഹായ്, കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് യൂട്യൂബ് ഒരു സ്ട്രൈക്ക് തന്നിരുന്നു. അതിൻ്റെ തുടർന്ന് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട്. എന്തായാലും നമ്മളൊരു ബാക്കപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു ചാനൽ ഇപ്പം അടിക്കടിയായിട്ട് ഇങ്ങനെ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം എന്നുള്ളത്. എന്തായാലും നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഇൻ കേസ് ഈ ചാനൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാമല്ലോ. ഈ ചാനൽ പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. കാരണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാനലാണ്. പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ബട്ട് നമുക്ക് എന്തിനൊരു പ്രതിരോധം വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്കപ്പ് ചാനലിലൂടെ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ OTT പ്ലസ് തിയേറ്റർ റിലീസ് അപ്ഡേറ്റ്സ് നൽകാൻ വേണ്ടിയാണ്. എന്തായാലും അതിൽ ഇപ്പോൾ ഉടൻ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങും. നിങ്ങൾ എന്തായാലും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാൻ ഇന്ത്യൻ സിനിമയായിട്ടുള്ള പുഷ്പ 2 പറ്റി സംസാരിക്കാനാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദന, അതുപോലെ തന്നെ ഫഹദ് ഫാസിലൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടറിയാമല്ലോ ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ ആയിരിക്കുമെന്ന്. അതൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സംഭവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്, പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലട ഫയർ ആണെന്ന് പറയുന്നൊരു ഡയലോഗ്. ഈ ഒരു രണ്ടാം പാർട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും പുഷ്പ ഇതിൻ്റെ അകത്ത് ഫ്ലവറും അല്ല ഫയറും അല്ല ഒരു ഇതുമല്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം എന്നുള്ളത് വീക്കായിട്ടുള്ള സ്റ്റോറി എന്നുള്ളത് തന്നെയാണ് പുഷ്പയ്ക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു വെല്ലുവിളി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആദ്യ പകുതി ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ എക്സൈറ്റ് ചെയ്യുന്ന സംഭവം ആയിരുന്നു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും സെക്കൻഡ് പാർട്ട് കണ്ടു തീർത്ത് കഴിയുമ്പോൾ തരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു എന്ന് തോന്നിയ ഒരു രീതിയിലാണ് ആദ്യ പകുതിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങൾക്കറിയാമല്ലോ, ഫസ്റ്റ് പാർട്ടിൽ അവരുടെ അല്ലെങ്കിൽ നായകൻ്റെയും അതുപോലെ തന്നെ വില്ലൻ്റെയും ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഈഗോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കുള്ളതെന്നും നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് പോകുന്നു. അതിനിടയിൽ ചന്ദനക്കടത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും റൈറ്റർക്ക് എന്ത് എഴുതണമെന്ന് അറിയത്തില്ലാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുഷ്പയുടെ കഥ മൊത്തം തീർന്നു. അതായത് ഇവർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ ചന്ദനക്കടത്തും ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. സോ രണ്ടാം പകുതി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പൊണ്ടാട്ടിയുടെ പാസവും അല്ലെങ്കിൽ പൊണ്ടാട്ടിയോടുള്ള പാസവും, അത് രശ്മിക മന്ദന എന്ന് പറയുന്ന ആക്ട്രസിനോടുള്ള പാസവും, അതുപോലെ തന്നെ പൊണ്ടാട്ടിയുടെ തങ്കച്ചിയോടുള്ള പാസവും, അങ്ങനെ കുറേ പാസങ്ങളൊക്കെ തിരികെ കയറ്റി രണ്ടാം പകുതി അവിയൽ പരിവാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സീരിയൽ തോറ്റുവും അമ്മാതിരി സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയും പ്രകടനങ്ങളൊക്കെ മികച്ചതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാരക പ്രകടനങ്ങൾ ഒന്നും തന്നെ ഈ രണ്ടാം പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അല്ലു അർജുൻ്റെ ആണെങ്കിലും ചിലയിടങ്ങളിലൊക്കെ പ്രകടനം ഓക്കെ ആയിരുന്നുവെങ്കിലും ചിലയിടങ്ങളിലൊക്കെ തന്നെ വളരെ ഡ്രമാറ്റിക്കായിട്ട് നാടക ആക്ടറാണോ അദ്ദേഹം എന്ന് ചോദിച്ച് പോയേക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെയാണ് അദ്ദേഹം പലയിടങ്ങളിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രശ്മിക മന്ദന എല്ലാവരുടെയും നാഷണൽ ക്രഷ് ഒക്കെ തന്നെയാണ്. എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്രഷ് ചെയ്യാൻ വേണ്ടി തോന്നി. അത് ഇങ്ങനെ ഓക്കെ, അതായത് ആ കഥാപാത്രം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലോട്ട് ഈ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ കഥ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നാഷണൽ ക്രഷിൻ്റെ കഥാപാത്രത്തെ ഞാൻ ആദ്യം തന്നെ ആരെങ്കിലും കൊല്ലുന്നതായിട്ട് എഴുതി വെക്കും. കാരണം പിന്നീട് അങ്ങോട്ട് അനുഭവിക്കേണ്ടല്ലോ, അത് ഞാനും അനുഭവിക്കേണ്ട, പ്രേക്ഷകരും അനുഭവിക്കേണ്ട. അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെയാണ് പുള്ളിക്കാരത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രം സ്ക്രീനിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തോ ഒരു ഇറിറ്റേഷനാണ്. എന്തെങ്കിലും ക്രിഞ്ച് അടിക്കാനോ ചുമ്മാ പ്രേക്ഷകർ ഇറിറ്റേറ്റ് ചെയ്യാനോ സംഭവം ഒക്കെ തന്നെ ആയിട്ടാണ് ആ ഒരു ആക്ട്രസ് എത്തുന്നത്. പിന്നെ ഫഹദ് ഫാസിൽ ആകെ കൂടി ഒരു കുറച്ച് ഹാപ്പിനെസ് ആക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ കാണിക്കുന്ന കുറച്ച് പരിപാടികൾ മാത്രമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹം എന്തായാലും നീറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പണ്ട് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പാർട്ട് 1 പുഷ്പയിലേക്ക് വന്നതിനുള്ള മെയിൻ റീസൺ പുഷ്പ 2 കഥ കേട്ടിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണോ എന്തോന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കാം. കാരണം ഈ ഒരു പാർട്ടിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. അത്രയും വീക്കായിട്ടുള്ള റൈറ്റിംഗ് ആണ് സെക്കൻഡ് ഹാഫിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ ടെക്നിക്കൽ മേഖല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി കാഴ്ച കൊള്ളായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫിലിമാണ് യൂഷ്വലി ഉണ്ടാകുന്ന ഈ ഒരു സിനിമാറ്റോഗ്രഫി, അതുപോലെ BGM, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത CG വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഇത് ബേസിക്കലി ഒരു ആക്ഷൻ ത്രില്ലറാണല്ലോ. ആക്ഷൻസ് ഒന്നും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമുക്കറിയാം ഇതൊരു തെലുങ്ക് സിനിമയാണ്, അതിൻ്റെ അകത്ത് ആക്ഷൻസിന് വലിയ ലോജിക്കൊന്നും കാണില്ല എന്നൊക്കെ അറിയാം. ഇതൊക്കെ അംഗീകരിച്ച് പോയാലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ സംഭവവികാസങ്ങളാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്നാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലും ഇദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീന്, പുഷ്പയുടെ ഇൻട്രോ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചങ്കത്തടിച്ച് കാറുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരി ഒരു പരിപാടിയാണ് ഒരു കണ്ടെയ്നർ ഹാർബറിൽ വെച്ചുകൊണ്ട് കാണിക്കുന്നത്. കൂടാതെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ അത്യാവശ്യം ചില മൊമെന്റ്സ് ഒക്കെ കിടിലുമായിട്ട് തോന്നി. പക്ഷേ നമുക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം
ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ് എങ്കിൽ കൂടിയും ഒന്നാമത്തെ കാര്യം ഇങ്ങനെ നമുക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ KGF ഒക്കെ ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ കഥയൊക്കെ അത്ര സ്ട്രെങ്തിൽ പോകുന്നതുകൊണ്ട് തന്നെ നായകൻ എന്ത് മാസം കാണിച്ചാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് സ്റ്റോറി വളരെ വീക്കായിട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടെ സിനിമയ്ക്കുള്ളിലുണ്ട്. എന്തായാലും സ്റ്റോറി വലിയധികം ഇല്ല എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമ കാണണം വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റോറി വൈസിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പുഷ്പ 2 എന്നുള്ളത്. കൂടാതെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സീരിയൽ ലെവലാണ്. അത് പക്കാ സീരിയൽ ലെവലിലുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇമോഷൻസ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുവാണ്, അമ്മാതിരി അവസ്ഥ. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ടെയിലെൻഡിൽ കൊണ്ടുവന്നിട്ട് പുഷ്പ 3 എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇനി എന്തിന്? അത് കഥയില്ല, പിന്നെ എന്നാ കാണിക്കാനാണ് ഈ സ്ത്രീയുടെ ഒക്കെ ആവശ്യം? എന്തായാലും എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു 5 out of 10 ആണ് നൽകുന്നത്, 10/5. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ക്രഷ് ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ നായകനും നായികയായിട്ടുള്ള കുത്സിത പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഐറ്റം ഡാൻസ് ഒക്കെ കാണും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണും. സോ നിങ്ങൾ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ എനിക്ക് വേറൊരു നിരാശ കൂടിയുണ്ട്. സാധാരണ അല്ലു അർജുൻ സിനിമകളെന്ന് പറയുമ്പോഴത്തേക്കും കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ ഡാൻസും സോങ്സും ഒക്കെ തന്നെ കേൾക്കാറുണ്ട്. ഇതിനുള്ളിൽ അങ്ങനെ ഒരു സംഭവമില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇത് അല്ലു അർജുൻ തന്നെയാണോ ഈ കളിക്കുന്നത്, അദ്ദേഹം സ്റ്റെപ്പൊക്കെ മറന്നുപോയോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഡാൻസും അതുപോലെ സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വായിക്കുള്ളിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.